ഏത് ചാനലാ? റിപ്പോർട്ടർ. റിപ്പോർട്ടർ. താങ്കളുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയും അതിരൂക്ഷമായ വിമർശനങ്ങളാണ് അൻവർ MLA ഉന്നയിച്ചത്. ഞാൻ പറയാൻ തയ്യാറായി ഇവിടെ ഇരിക്കല്ലേ, നിങ്ങളതിനെ സമയം കഴിഞ്ഞെന്ന് പറയുന്നത്. IDGP RSS നേതാക്കളെ കണ്ടത് എൻ്റെ ഇടനിലക്കാരനായിട്ടാണ് എന്നാണല്ലോ നിങ്ങൾ പലരും പറയാൻ വേണ്ടി ശ്രമിച്ചത്. ഇദ്ദേഹത്തിന് അൻവറിനെ പറ്റി പറയാത്തതുകൊണ്ട് വല്ലാത്ത വിഷമത്തിന് വെച്ചു. ഞാൻ പറയട്ടെ. ഇപ്പോൾ പഴയ കാര്യങ്ങൾ പ്രതിപക്ഷ നേതാവ് മറന്നുപോയോന്നറിയില്ല, എന്നാലും അദ്ദേഹം ഓർക്കുന്നത് നല്ലതായിരിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിച്ച് സംസ്ഥാനത്ത് അധികാരത്തിൽ വന്നാൽ തനിക്ക് DGP ആകാൻ പറ്റില്ലെന്ന് അദ്ദേഹം കരുതി. അദ്ദേഹം പറയാനോ എന്താ നിങ്ങൾ ബേജാറാകുന്നു? ഞാൻ പറയുന്നത് ഞാൻ ഇത്രയും സമയം പറഞ്ഞല്ലോ, എത്ര സമയമായി ഇപ്പോൾ പറഞ്ഞത്? വയനാട് കഴിഞ്ഞാൽ സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയ വാർത്ത എന്ന് പറയുന്നത് താങ്കളുടെ തന്നെ MLA ആയ PV അൻവറിന്റെ ചില വെളിപ്പെടുത്തലുകളും ആരോപണങ്ങളുമാണ്. അതിനെ മുഖ്യമന്ത്രി എങ്ങനെ കാണുന്നു എന്നറിയാൻ സമൂഹത്തിന് വലിയ കൗതുകമുണ്ട്. അതാണ് ഇന്നത്തെ വാർത്താ സമ്മേളനം ഏറ്റവും പ്രസക്തമാകുന്നത്. ഒന്ന് പറയാമോ സമയം കഴിയാൻ? പറയാന്ന് ഞാൻ പറഞ്ഞില്ലേ, സമയം കഴിയുന്നില്ല. ഞാൻ പറയാൻ തയ്യാറായിട്ടല്ലേ ഇരിക്കുന്നത്. ഞാൻ പറയാൻ തയ്യാറായി ഇവിടെ ഇരിക്കല്ലേ, നിങ്ങളതിനെ സമയം കഴിഞ്ഞെന്ന് പറയുന്നത്. അല്ല, അത് കൂടുതൽ സമയം എടുക്കുകയാണ്. അന്വേഷണം അതിനൊരു റിപ്പോർട്ട് അങ്ങ് ആവശ്യപ്പെട്ടിരുന്നു. ഒരാഴ്ചക്കകം അത് ലഭ്യമാക്കാൻ നിർദ്ദേശിച്ചിരുന്നു എന്നാണ് അങ്ങ് പറഞ്ഞത്. അത് ലഭ്യമായിട്ടുണ്ട്. ഇപ്പോൾ 5 മാസങ്ങൾ കഴിഞ്ഞു. അതുപോലെ തന്നെ ഞങ്ങളൊരു വിവരാവകാശ രേഖ കൊടുത്തതിന് അങ്ങനൊരു അന്വേഷണം തന്നെ ഇല്ല എന്നൊരു മറുപടി പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് മനോരമ ന്യൂസിന് ലഭിക്കുകയും ചെയ്തു. അക്കാര്യം അങ്ങനെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടോ? അതിലൊരു നടപടി ഇന്നലെ ആഭ്യന്തര വകുപ്പ് സ്വീകരിച്ചു. അപ്പോൾ യഥാർത്ഥത്തിൽ അതിനുള്ള സത്യം എന്താണ്? അതിൽ തൃശ്ശൂർ കാര്യം സംബന്ധിച്ച്, നമ്മുടെ പൂരം സംബന്ധിച്ചുള്ള കാര്യത്തിൽ നല്ല രീതിയിൽ തന്നെ പരിശോധന നടത്താൻ നേരത്തെ ചുമതലപ്പെടുത്തിയതാണ്. ആ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു റിപ്പോർട്ട് സാധാരണഗതിയിൽ ആ വസ്തുതകൾ അംഗീകരിക്കാത്ത റിപ്പോർട്ടുകളാണ് വന്നിട്ടുള്ളത്. ആ വസ്തുതകൾക്കനുസരിച്ചല്ല റിപ്പോർട്ട് വന്നിട്ടുള്ളത്. റിപ്പോർട്ടല്ല, ഈ റിപ്പോർട്ട് നൽകിയത് ഈ വിവരാവകാശ കമ്മീഷന് വിവരാവകാശ പ്രകാരമുള്ള നോട്ടീസിന് മറുപടി കൊടുത്തു എന്ന് പറയുന്നത് വസ്തുതകളനുസരിച്ചല്ല. അത് പ്രഥമദൃഷ്ട്യാ ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ ഒരു മാറ്റി നിർത്തി അന്വേഷണം നടത്തുന്ന നില സ്വീകരിച്ചിട്ടുള്ളത്. അതോടൊപ്പം ഈ നേരത്തെ തന്നെ ആ അന്വേഷണം പൂർത്തിയാക്കേണ്ടതായിരുന്നു. അത് കുറച്ചുകൂടി സമയം വേണമെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് എൻ്റെ മുന്നിലൊരു കടലാസ് വന്നു. അപ്പോൾ ഞാനതിൽ പറഞ്ഞു 24-ാം തീയതിക്ക് മുൻപായി ഈ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകിയിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരവിട്ടിട്ടുണ്ട്. 24-ാം തീയതിക്കുള്ളിൽ കിട്ടുമെന്നാണ് തോന്നുന്നത്. അല്ല, ഞാൻ ഉള്ള കാര്യം പറയട്ടെ, ഇതിൻ്റെ പിന്നെ നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കാം. എൻ്റെ അടുത്ത് കടലാസുകൾ വന്നപ്പോൾ ഒരാഴ്ച മുമ്പാണത് വരുന്നത്. ആ വന്നപ്പോൾ 24-ാം തീയതിക്ക് മുൻപ് ഈ റിപ്പോർട്ട് കിട്ടിയിരിക്കണം എന്ന് പറഞ്ഞ് ഉത്തരവിട്ടിട്ടുണ്ട്. ആ റിപ്പോർട്ട് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തൃശ്ശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട അന്വേഷണം അങ്ങ് പ്രഖ്യാപിക്കുന്നത് 2024 ഏപ്രിൽ 21-നാണ്. ഇത്രയും കാലം കൊണ്ട് എന്തുകൊണ്ടാണ് ഈ അന്വേഷണം പൂർത്തിയാക്കാത്തത്? കാരണം കുറ്റാരോപിതനായ ADGP MR അജിത്കുമാറിനെതിരെ PV അൻവർ ആരോപണം ഉന്നയിച്ചതിന് ശേഷമാണ് അങ്ങക്ക് ഈ നീട്ടിക്കിട്ടുന്ന അപേക്ഷ അങ്ങക്ക് വരുന്നത്. ഏപ്രിൽ 21 മുഖ്യമന്ത്രി ഓഫീസ് ഇറക്കിയ വാർത്താക്കുറിപ്പിൽ ഒരാഴ്ചയ്ക്കകത്ത് അന്വേഷണം ഉണ്ടാവുന്ന ഒരു വാർത്താക്കുറിപ്പുണ്ടായിരുന്നു. അത് സ്വാഭാവികമായിട്ട് അത് വൈകുമ്പം മുഖ്യമന്ത്രി തന്നെ ഒരാഴ്ച 1 മാസമെങ്കിലും കഴിയുമ്പോൾ മുഖ്യമന്ത്രി അതിനെ കുറിച്ച് തിരക്കേണ്ടതല്ലേ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട. അത് സാധാരണ നിലക്ക് ഇത്തരം കാര്യങ്ങൾ സ്വാഭാവികമായിട്ട് ചോദിക്കുമല്ലോ. എന്തുകൊണ്ട് റിപ്പോർട്ട് തരുന്നില്ല എന്ന് ചോദിക്കുമല്ലോ. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടിട്ടുണ്ട്. ഒരു സംശയം അതിൽ വേണ്ട. അതാണ് ഞാൻ പറഞ്ഞത്. ആ ഇടപെട്ട കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടും ഈ തെറ്റായ വാർത്ത എന്തുകൊണ്ട് കൊടുത്തു, ഈ വിവരാവകാശത്തിന് തെറ്റായ മറുപടി എന്തുകൊണ്ട് കൊടുത്തു, അതാണ് അതിൽ പ്രശ്നമായിട്ട് വന്നത്. അതാണ് അദ്ദേഹത്തിന്റെ മേലെ നടപടിക്കും റെഡിയാക്കി. ADGP അജിത്കുമാറിനെതിരെയാണ് ആരോപണങ്ങൾ ഉയർത്തുന്നത്. ആ ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥർ തന്നെ ഈ തൃശ്ശൂർ പൂരം കലങ്ങിയതുമായി ബന്ധപ്പെട്ട വിഷയം അന്വേഷിച്ചാൽ മതിയോ?
അന്വേഷണ ഉദ്യോഗസ്ഥനെ ഇപ്പോൾ മാറ്റിയിട്ടില്ല. അന്വേഷണ ഉദ്യോഗസ്ഥൻ അന്വേഷിക്കട്ടെ, അന്വേഷണ ഉത്തരവ് വരട്ടെ, അത് വരട്ടെ. പി.വി. അൻവർ ഈ ആരോപണം ഉന്നയിക്കുന്നത് വരെ അങ്ങയോട് ഈ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് സമയം വേണമെന്ന കാര്യം ADGP MR കുമാർ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ ചോദിച്ചിട്ടില്ല. അപ്പോൾ ഈ ആരോപണം വന്ന ശേഷമാണ്, ഇത് പൊതുസമൂഹത്തിൽ ചർച്ചയായ ശേഷമാണ് അങ്ങോട്ട് ചോദിക്കുന്നത്. അതിൽ തന്നെ ഒരു അഗ്ലി ഹേസ്റ്റിലാണ്. അങ്ങനെയല്ലത് നിങ്ങൾ കാണേണ്ടത്. അതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ അന്വേഷിക്കുമല്ലോ. എന്തുകൊണ്ട് ഇവർ തരുന്നില്ല, എന്താണ് തരാത്തത്, ഉടനെ തരണം എന്ന് പറയല്ലോ. ആ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഈ പറഞ്ഞ വിവരം എൻ്റെ അടുത്ത് വരുന്നത്. അത് കഴിഞ്ഞ ആഴ്ചയാണ്. ആ വിവരം വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഒരാഴ്ച ഏകദേശം ഉണ്ടാവും, ഈ 24-ാം തീയതിക്ക് മുൻപായി ഇക്കാര്യത്തിൽ തീരുമാനം വേണം എന്ന് പറഞ്ഞു. അതാണ് ഉണ്ടായത്. നേതാക്കളുമായി ADGP 2-3 തവണ കൂടിക്കാഴ്ച നടന്നു. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഊഴം വെച്ച് RSS നേതാക്കളെ കാണുകയാണ്. ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി ഒരു തെറ്റ് കാണുന്നില്ലേ? അതിന് എന്തുകൊണ്ട് ഇത്തരം ഒരു ഉദ്യോഗസ്ഥരെ ഒരു നടപടി അല്ലെങ്കിൽ അത്തരം ഒരു മാതൃകാപരമായ ഒരു സമീപനം സ്വീകരിക്കുന്നില്ല? IDGP RSS നേതാക്കളെ കണ്ടത് എൻ്റെ ഇടനിലക്കാരനായിട്ടാണ് എന്നാണല്ലോ നിങ്ങൾ പലരും പറയാൻ വേണ്ടി ശ്രമിച്ചത്. അതാണല്ലോ വസ്തുത. ഇതില് ഞാൻ പറയട്ടെ, ആവട്ടെ, ഇത് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചതാണല്ലോ ഈ പറയുന്ന കാര്യം. പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം വലിയ തോതിൽ പ്രചരിപ്പിക്കാൻ നിങ്ങൾ നിന്നേ ഉള്ളൂ. അതുകൊട്ടെ, അപ്പോൾ തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി പോലീസുകാരെ പലതരം ഇടനിലകൾക്കായി ഉപയോഗിച്ചതിൻ്റെ മുൻകാല അനുഭവം വെച്ചുകൊണ്ടായിരിക്കും അദ്ദേഹം അത്തരമൊരു ആരോപണം ഉന്നയിച്ചത്. കാരണം ഞങ്ങൾക്ക് അത്തരമൊരു ശീലമില്ല. രാഷ്ട്രീയ ദൗത്യവുമായി പോലീസിനെ അയക്കുന്ന പരിപാടി ഞങ്ങളുടേതല്ല. ഇപ്പോൾ പഴയ കാര്യങ്ങൾ പ്രതിപക്ഷ നേതാവ് മറന്നുപോയോ എന്നറിയില്ല, എന്നാലും അദ്ദേഹം ഓർക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ ജയറാം പടിക്കലിൻ്റെ ജീവചരിത്രം വെങ്ങാനൂർ ബാലകൃഷ്ണൻ എഴുതി മൈത്രി ബുക്സ് പ്രസിദ്ധീകരിച്ചത്, അത് ആ പുസ്തകത്തിൻ്റെ ആ ഭാഗം എൻ്റെ കൈവശമുണ്ട്. ഇതിലെ പേജ് നമ്പർ 148. ആ 148-ാം പേജിൽ പറയുന്നത്, DGP പദവി സ്വപ്നം കണ്ട് കഴിഞ്ഞിരുന്ന ജയറാം പടിക്കൽ 91-ലെ പൊതുതെരഞ്ഞെടുപ്പ് അടുത്തതോടെ ഭയപ്പെടാൻ തുടങ്ങി. പ്രതീക്ഷിക്കും പോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിച്ച് സംസ്ഥാനത്ത് അധികാരത്തിൽ വന്നാൽ തനിക്ക് DGP ആകാൻ പറ്റില്ലെന്ന് അദ്ദേഹം കരുതി. അത് തടയാനായി മാർഗങ്ങൾ ആരായുന്നതിനിടയിലാണ് ചില മണ്ഡലങ്ങളിൽ BJP സ്ഥാനാർത്ഥികളുടെ കടന്നുകയറ്റം ഐക്യമുന്നണി സ്ഥാനാർത്ഥികളുടെ പരാജയത്തിൽ കലാശിക്കുമെന്നും അതിനാൽ അവിടെ പൂർണ്ണമായും ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്നും പടിക്കൽ അറിഞ്ഞത്. അതിൽ പരിഭ്രാന്തനായതിനിടയിലാണ് കരുണാകരനും ചില നീക്കുപോക്കുകളെക്കുറിച്ച് ആലോചിക്കുന്നത് അറിഞ്ഞത്. എന്തായിരുന്നു ആ നീക്കുപോക്കുകൾ? ഒന്ന് വിശദമാക്കാമോ? ചോദ്യം ഗ്രന്ഥകർത്താവായ വെങ്ങാനൂർ ബാലകൃഷ്ണനാണ്. അതിന് ജയറാം പടിക്കലിൻ്റെ മറുപടി ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അത് ഉദ്ധരണിയാണ്. 1991-ലെ പൊതുതെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ UDF പരാജയപ്പെട്ടേക്കുമെന്ന് കരുണാകരൻ ഭയപ്പെട്ടു. അതിൽ നിന്നും രക്ഷ നേടാനായി കണ്ട എളുപ്പ വഴിയാണ് BJPയുമായുള്ള തെരഞ്ഞെടുപ്പ് ബാന്ധവം. എന്നാൽ പരസ്യമായൊരു ബന്ധം കൂടാൻ ഇരു പാർട്ടിയുടെ നേതാക്കന്മാരും ഒരുക്കമായിരുന്നില്ല. വടകര ബേപ്പൂർ ഫോർമുല എന്ന രഹസ്യപ്പേരിൽ അറിയപ്പെട്ട നീക്കമനുസരിച്ച് വടകര പാർലമെൻറ്റ് മണ്ഡലത്തിലും ബേപ്പൂർ, മഞ്ചേശ്വരം, തിരുവനന്തപുരം ഈസ്റ്റ് എന്നീ അസംബ്ലി മണ്ഡലങ്ങളിലും കോൺഗ്രസ്സുകാർ BJP സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യണമെന്നും മറ്റുള്ളിടങ്ങളിൽ BJPക്കാർ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യണമെന്നും ധാരണയുണ്ടാക്കി. BJP ഒരു നിയമസഭാ മെമ്പറെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ അത് ഉപകരിക്കുമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ ആദ്യവട്ടം ചർച്ചകൾ നടക്കുന്നത് എൻ്റെന്ന് വെച്ചാൽ എൻ്റെതല്ല കേട്ടോ, ജയറാം പടിക്കലിൻ്റെ
സാന്നിധ്യത്തിലായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് BJPയെ പിന്തുണക്കാൻ തീരുമാനിച്ച മണ്ഡലങ്ങളിലാകട്ടെ പരാജയ പ്രതീക്ഷയുള്ളവരെയാണ് തങ്ങളുടെ സ്ഥാനാർത്ഥികളായി അവതരിപ്പിച്ചിരുന്നത്. ഇനി അതിന് താഴത്തെ പാരഗ്രാഫ് കൂടി വായിക്കേണ്ടതുണ്ട്. BJPയും അറിയട്ടെ നിങ്ങൾ, BJPയും കോൺഗ്രസുമായി കൂട്ടുകൂടിയാണെങ്കിൽ കൂടി ഉറപ്പായിട്ട് വായിക്കാം. UDF അധികാരത്തിൽ വന്നാൽ തനിക്ക് DGP ആകാൻ കഴിയുമെന്ന് വിശ്വസിച്ചിരുന്നുകൊണ്ടാണ് പടിക്കൽ ഈ അവിഹിത ബന്ധത്തിന് ഇടനിലക്കാരനായി പ്രവർത്തിക്കാൻ തയ്യാറായത്. കുപ്രസിദ്ധമായ കോലീബി സഖ്യത്തിന് ഇടനിലയും കാർമ്മികത്വവും വഹിച്ചത് താൻ തന്നെയാണെന്ന് K. കരുണാകരൻ്റെ ഏറ്റവും വിശ്വസ്തനായ പോലീസ് മേധാവി ജയറാം പടിക്കലാണ് വെളിപ്പെടുത്തിയത്. ജയറാം പടിക്കൽ ജീവിച്ചിരുന്ന ഘട്ടത്തിലൊന്നും ഈ ആരോപണം അവാസ്തവമാണെന്ന് പറയാൻ ആരും തയ്യാറായിട്ടില്ല. ഇന്നും വിപണിയിൽ ലഭ്യമായ ഈ പുസ്തകവും അതിലെ വെളിപ്പെടുത്തലും പച്ചയായ സത്യമായി മുന്നിലുള്ളപ്പോഴാണ് പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും അതിൻ്റെ പഴയ നേതാവിനും ചേർന്ന് തൊപ്പി എൻ്റെ തലയിൽ ചാർത്താൻ നോക്കിയത്. സർക്കാർ ഇപ്പോൾ ഉയർന്നു വന്ന പ്രശ്നത്തെ ഗൗരവതരമായി തന്നെയാണ് കാണുന്നത്. അജിത് കുമാറിനെതിരെ ഉയർന്നു വന്ന ആക്ഷേപങ്ങളെപ്പറ്റി അന്വേഷണം നടക്കുന്നുണ്ട്. അതിൻ്റെ റിപ്പോർട്ട് ലഭിക്കുന്ന മുറക്ക് അതിന്മേൽ യുക്തമായ തീരുമാനവും കൈക്കൊള്ളും. ഒരു കാര്യം വ്യക്തമായി പറയാം, ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകൾക്കും ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയും നിയോഗിക്കുന്ന പതിവ് ഞങ്ങൾക്കില്ല. ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിനെയോ സംഘടനാ നേതാവിനെയോ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഔദ്യോഗിക കൃത്യനിർവഹണത്തെ ബാധിക്കുന്ന തരത്തിലുള്ള കൂടിക്കാഴ്ചയാണെങ്കിൽ നിയമത്തിനും ചട്ടങ്ങൾക്കും അനുസൃതമായ നടപടിയുണ്ടാകും. അത് അന്വേഷണ റിപ്പോർട്ട് വന്ന ശേഷം ഉണ്ടാകേണ്ട തീരുമാനമാണ്. താങ്കളുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയും അതിരൂക്ഷമായ വിമർശനങ്ങളാണ് അൻവർ MLA ഉന്നയിച്ചത്. ഇപ്പൊ പരാതി എഴുതി കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം. അപ്പൊ ഈ പി ശശിക്കെതിരായി എന്തെങ്കിലും രീതിയിലുള്ള അന്വേഷണം താങ്കൾ നടത്തിയിട്ടുണ്ടോ? താങ്കളുടെ ഓഫീസിലെ താങ്കൾ വിശ്വസിക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ഇങ്ങനെ ആരോപണം വരുമ്പോൾ CM-ന് ഒരു സങ്കടമോ പ്രയാസമോ ഒക്കെ തോന്നിയിട്ടുണ്ടോ? ഇവിടെ ഇദ്ദേഹത്തിന് അൻവറിനെ പറ്റി പറയാത്തതുകൊണ്ട് വല്ലാത്ത വിഷമത്തിൽ നിർത്തി. അതുകൊണ്ട് ഞാൻ പറയട്ടെ പറയാം. ഇപ്പം സാധാരണഗതിയിൽ ഒരു പരാതി ലഭിച്ചാൽ ആ ലഭിച്ച പരാതി പരിശോധിച്ച് നടപടിയെടുക്കുക എന്നുള്ളതാണ് എപ്പോഴും സ്വീകരിക്കുന്നില്ല. ഇവിടെ എന്താ ചെയ്തത്? അൻവർ പരാതി തന്നു. പോലീസ് മേധാവിയുടെ പരാതി തരുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം പരസ്യമായി ചാനലുകളിൽ ദിവസങ്ങളോളം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ, ഒരു ദിവസം പറഞ്ഞു, പിറ്റേ ദിവസവും പറഞ്ഞു, അങ്ങനെ വന്നപ്പോൾ അദ്ദേഹം ഉയർത്തിയ പ്രശ്നങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ തന്നെ നിയോഗിക്കുകയുണ്ടായി. ഇവിടെ കാണേണ്ട ഒരു വസ്തുത, അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുകയാണ്. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഉചിതമായ നടപടി സർക്കാർ സ്വീകരിക്കുമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഒരു മുൻവിധിയോടെയും ഈ കാര്യത്തെ സമീപിക്കുന്നില്ല. ഒരുപാട് അത് റിപ്പോർട്ട് ചെയ്തും വ്യാജ വാർത്തയായിട്ട് അങ്ങ് കാണുന്നുണ്ടോ? ഈ പറഞ്ഞതെല്ലാം ശരിയാണെന്നല്ലേ അർത്ഥമല്ലേ? അല്ല, ഇത് ശരിയാണെന്നല്ലേ? അത് പറയാം ഇത് ശരിയാണെന്നല്ലേ? ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പൂർണ്ണമായി ബോധ്യപ്പെട്ടു എന്നല്ലേ കാണുന്നത്? അല്ല, അത് ഞാനും പറയാലോ. എന്താ നിങ്ങൾ ബേജാറാകുന്നു? ഞാൻ പറയുന്നത്, ഞാൻ ഇത്രയും സമയം പറഞ്ഞല്ലോ. എത്ര സമയമായി ഇപ്പോൾ പറഞ്ഞ്? 1 മണിക്കൂറോളായി. അപ്പോൾ ആ സമയം മുഴുവൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യമായി എന്ന് കാണുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അത് ഏത് ചാനലാ? റിപ്പോർട്ടർ. റിപ്പോർട്ടർ പ്രധാനമന്ത്രിയെ കാണാനായി ഒറ്റയ്ക്ക് പ്രധാനമന്ത്രിയെ കണ്ടിരുന്നത് ഈ വയനാട് ദുരന്തത്തിന് ശേഷം. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധയിൽപ്പെടുത്തി, അതായത് നമുക്ക് സഹായം കിട്ടാത്തതും നമുക്കുണ്ടായ നഷ്ടത്തിന്റെ തീവ്രതയും അത് പുനരധിവാസം അടക്കമുള്ള കാര്യം, ആ കാര്യങ്ങൾ അപ്പോൾ ശ്രദ്ധയിൽപ്പെടുത്തില്ല. എപ്പോഴെന്താണ് കേരളത്തിൽ ലഭിച്ച മറുപടി? അതെ, പ്രധാനമന്ത്രിയെ ഞാൻ കണ്ടത് ഈ 3ാമത്തെ തവണ അദ്ദേഹം പ്രധാനമന്ത്രി ആയതിനു ശേഷം ആദ്യമായിട്ട് ഞാൻ കാണുകയാണ്. അത് കണ്ടിരുന്നില്ല ഇതുവരെ. അത് മറ്റ് അദ്ദേഹത്തിൻ്റെ തിരക്കും എൻ്റെ തിരക്കും എല്ലാം കൂടി തന്നെയാണ് കാണാൻ വൈകിയത്. ഏതായാലും അതൊരു കേഴ്സി കോളായിരുന്നു.
പക്ഷേ ആ കേഴ്സി കോളിൽ മാത്രം നിന്നില്ല. ഒരു മറ്റ് പൊതുവിൽ സംസ്ഥാനത്തിന് നിവേദനങ്ങളൊന്നും കൊടുത്തില്ലെങ്കിലും വയനാടിൻ്റെ ദുരന്ത പശ്ചാത്തലത്തിൽ വയനാടുമായി ബന്ധപ്പെട്ട നിവേദനം കൊടുത്തു. ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ നിവേദനം കൊടുത്തു. അപ്പോഴും ഞങ്ങളുടെ ടീം അവിടെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്, വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആവശ്യമായ നടപടിയെടുക്കും എന്ന് തന്നെ ഉറപ്പായി പറയുകയാണ് ചെയ്തത്. അപ്പോൾ ഒരു നിഷേധാത്മക സമീപനമല്ല ആ ഘട്ടത്തിലുണ്ടായത്. പക്ഷേ ഇതേവരെ നമുക്ക് ഒന്നും ലഭിച്ചിട്ടില്ല. ഉള്ളതുകൊണ്ടല്ലേ നമുക്ക് ഇത്രയും പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കേണ്ടി വരുന്നത്. ഈ മാനദണ്ഡങ്ങൾ ഫിക്സ് ചെയ്യുന്നതിലും അത് പിന്നീട് നമുക്ക് നൽകുന്നതിലുമെല്ലാം ഇപ്പോഴും വളരെ പഴയ കാലഹരണപ്പെട്ട രീതികളുള്ളത് കൊണ്ടല്ലേ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത കണക്കുകൾ കൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുള്ളത്. അത് പൊതുവിലുള്ളതാണ്, പൊതുവിലുള്ളൊരു കാര്യമാണ്, പൊതുവിലുള്ള ശരിയായൊരു പ്രശ്നമാണ് നിങ്ങൾ ഉന്നയിക്കുന്നത്. രാജ്യത്താകെയുള്ള ആ മാനദണ്ഡം മാറേണ്ടതായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ പൊതു മാനദണ്ഡത്തിൽ മാറ്റങ്ങൾ അവർ വരുത്തിയിട്ടില്ല. പലപ്പോഴും സ്പെഷ്യൽ പാക്കേജുകൾ അവർ പലയിടത്തും അനുവദിക്കുന്നുണ്ട്. അത് നമ്മുടെ അനുഭവത്തിൽ ഈ ഘട്ടത്തിലൊന്നും കിട്ടിയിട്ടില്ല. നമുക്ക് കിട്ടണമെന്നാണ് നമ്മളിപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അല്ല, അതൊക്കെ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ. നിങ്ങൾ കാണേണ്ടത് ഈ ഉദ്യോഗസ്ഥ തലത്തിൽ അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായിട്ട് നിരന്തരം സംസാരിക്കുമല്ലോ. അത് പരിശോധനയിലാണെന്നല്ലേ അവർ മറുപടി പറയുന്നത്. ആ ഒരു കാര്യം, അതായത് ഈ കേന്ദ്ര സഹായം കിട്ടിയില്ല എന്ന് മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞത് പൂർണ്ണമായിട്ട് ശരിയല്ല. പല മാധ്യമങ്ങളും അത്തരത്തിലുള്ള വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്, അത് ഒന്ന് പരിശോധിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെയാണ് CM നേരത്തെ പറഞ്ഞ വയനാട്ടിലെ വിഷയത്തിൽ ഗൗരവമായ കാര്യങ്ങൾ മാധ്യമങ്ങൾ പരിശോധിക്കേണ്ടത് തന്നെയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ മറ്റു കുറച്ച് വിഷയങ്ങളിലേക്കൂടെ കടക്കണമെന്നാണ്. ഇത് കഴിഞ്ഞിട്ട് അല്ലേ, ആയിക്കോട്ടെ, ഇത് കഴിഞ്ഞോട്ടെ. ഇതിനെപ്പറ്റി മറ്റു വിഷയങ്ങളിലേക്ക് മറ്റു വിഷയത്തിലേക്ക് കടക്കാം നമുക്ക്, അതിന് പ്രശ്നമില്ല. തകർക്കാൻ വേണ്ടിയുള്ള ഗൂഢശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം വാർത്തകൾ അടക്കം വരുന്നത്. ഈ വിഷയങ്ങൾ വന്നതിന് ശേഷം, വാർത്തകൾ വന്നതിന് ശേഷം MDRFിലേക്ക് പൊതുജനങ്ങൾ നൽകുന്ന പണത്തിലൂടെ കുറവുണ്ടായിട്ട് ആ രീതിയിൽ എന്തെങ്കിലും ആളുകൾ വിട്ടു നിൽക്കുന്ന അവസ്ഥ? നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ അതേപോലെ നടക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണോ? അതല്ല, അതല്ല, പൊതുവിൽ മാധ്യമങ്ങളുടെ രീതിയാണല്ലോ ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ അനുഭവത്തിൽ ഈ നാട്ടുകാർ നല്ല രീതിയിൽ തന്നെ ഇതുമായി സഹകരിക്കുകയാണ്. നല്ല സഹകരണം പൊതുവേ ഉണ്ട്, അതിലൊരു പ്രശ്നവുമില്ല. നല്ല സഹകരണം തന്നെ പൊതുവേ ഉള്ള. ചെറിയ കുഞ്ഞുങ്ങളെ നമ്മൾ കാണണ്ടേ, യഥാർത്ഥത്തിൽ ഇളം മനസ്സിൽ കള്ളമില്ലല്ലോ. അവരുടെ സമ്പാദ്യം ചെറിയ കൊടുക്കുക, അതുമായിട്ട് വന്ന് അതാകെ തരികയല്ലേ. എത്ര കുട്ടികളാണ് അങ്ങനെ തയ്യാറാകുന്നത്? അപ്പോൾ നാടിൻ്റെ ഒരു പൊതുവായ വികാരമാണത് കാണിക്കുന്നത്. ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ സീനിയർ സിറ്റിസൺ വരെയുള്ളവർ അതങ്ങനെ സഹായിക്കാൻ തയ്യാറാകുന്ന കാഴ്ചയല്ലേ നമ്മൾ കാണുന്നത്. മാധ്യമങ്ങൾ പൂർണ്ണമായിട്ട് പിന്തുണച്ചിട്ടുണ്ട്, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ. അപ്പൊ നമ്മളിപ്പോ അത് ഈ നമുക്ക് അടുത്തൊരു കാര്യത്തിലേക്ക് കണക്കാക്കാം. ആയിക്കോട്ടെ, ഒരു കാര്യം കൂടി അത് ചോദിച്ചോട്ടെ. ഈ SDRFിലെ മാനദണ്ഡ പ്രകാരം മാനദണ്ഡങ്ങളാണ് ഈ പ്രശ്നങ്ങൾക്ക് മുഴുവൻ. അപ്പൊ ഈ മാനദണ്ഡങ്ങൾ പുനഃപരിശോധിക്കേണ്ടതല്ലേ? അല്ല, അതല്ലേ ഞാൻ പറഞ്ഞത്. അതാണ് ശരിയായ രീതിയിൽ നേരത്തെ ഇവർ ചൂണ്ടിക്കാണിച്ചത്. അത് പുനഃപരിശോധിക്കണം എന്ന് മാത്രമല്ല, ഇത് വളരെ അപര്യാപ്തമായിട്ടുള്ളൊരു കാര്യമാണ്. അത് തീർച്ചയായിട്ടും ശരിയായ പ്രശ്നമാണ്, പക്ഷെ പൊതുവിലെടുക്കേണ്ടതാണ്.